നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ പുതിയ ഒരു പങ്ക്തിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പങ്ക്തിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പുതിയ പുതിയ പദങ്ങളും അവയുടെ യൂസേജും അവയുടെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ പദങ്ങൾ ഓരോ എപ്പിസോഡിലും നമ്മൾ പരിചയപ്പെടുത്തുന്നു. അത് സ്കിൽഫുള്ളായിട്ട് യൂസ് ചെയ്യാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുക. പ്രധാനമായും നമ്മൾ ഈ കോഴ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഫെമിലിയർ ആയിട്ടുള്ള നല്ല പദങ്ങൾ, നമുക്ക് യൂസേജിലുള്ള, അതായത് എപ്പോഴും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗത്തിൽ വരുത്തേണ്ട പദങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിലൊക്കെ ആവശ്യമായി വരുന്ന പദങ്ങൾ, അതുപോലെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പദങ്ങൾ, അങ്ങനത്തെ ഒക്കെ പദങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ പരിചയപ്പെടുത്തുന്ന പദങ്ങളുടെ അർത്ഥവും അവയുടെ ഒരു ഹിസ്റ്ററിയും അതുപോലെ അവരുടെ ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് ഫസ്റ്റ് വേർഡ് റിലയബിൾ. റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ വിശ്വാസയോഗ്യനായ, രണ്ടർത്ഥം പറയാം. ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ, ആശ്രയിക്കാവുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. My car is very reliable. It never breaks down. My car is very reliable. എൻ്റെ കാറ് വളരെ വിശ്വാസയോഗ്യമാണ്. കാരണം എന്താണ്? ഇറ്റ് നെവർ ബ്രേക്സ് ഡൗൺ. അതൊരിക്കലും ബ്രേക്ക് ഡൗൺ ആവുന്നില്ല, അതൊരിക്കലും ബ്രേക്ക് ഡൗൺ ആവാറില്ല എന്നർത്ഥം. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഷീ ഈസ് എ റിലയബിൾ ഫ്രണ്ട് ഹൂ ഓൾവേസ് കീപ്സ് ഹെർ പ്രോമിസസ്. ഷീ ഈസ് എ റിലയബിൾ ഫ്രണ്ട്. അവളൊരു വിശ്വാസയോഗ്യയായ ഫ്രണ്ടാണ്. ഹൂ, അവൾ. ഹൂ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് അർത്ഥം. ഇവിടെ അവൾ എന്നാണ് അർത്ഥം, എല്ലായിടത്തും അവൾ എന്നല്ല, ഓരോ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം മാറും. ഓൾവേസ് കീപ്സ് ഹെർ പ്രോമിസസ്. ഓൾവേസ്, എല്ലാ സമയത്തും. കീപ്സ് ഹെർ പ്രോമിസസ്, അവളുടെ വാഗ്ദാനങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്, വാഗ്ദാനങ്ങൾ നിറവേറ്റാറുണ്ട് എന്നർത്ഥം. ഇത് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള റെലിഗേർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പദം എഫിഷ്യൻറ്റ്. എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നൈപുണ്യമുള്ള എന്നർത്ഥം, നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന എന്നൊക്കെ അർത്ഥം. ഈ പദം വന്നിട്ടുള്ളത് എഫിഷ്യൻറ്റം എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. പൂർത്തിയാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന എഫിഷ്യൻറ്റം എന്നുള്ള പദത്തിൽ നിന്നാണ് ഈ എഫിഷ്യൻറ്റ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. ദ ന്യൂ സോഫ്റ്റ്വെയർ മേക്സ് ദ ടീം മോർ എഫിഷ്യൻറ്റ്. ദ ന്യൂ സോഫ്റ്റ്വെയർ, പുതിയ സോഫ്റ്റ്വെയർ, മേക്സ് ദ ടീം, ടീമിനെ ആക്കുന്നു, മോർ എഫിഷ്യൻറ്റ്, കൂടുതൽ നൈപുണ്യമുള്ളവരാക്കുന്നു, കൂടുതൽ കഴിവുള്ളവരാക്കുന്നു. എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നൈപുണ്യമുള്ള, കഴിവുള്ള എന്നൊക്കെ അർത്ഥം. മറ്റൊരു ഉദാഹരണം, ഹീസ് ആൻ എഫിഷ്യൻറ്റ് വർക്കർ. അവനൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കറാണ്, തൊഴിലാളിയാണ്. ഹു ഓൾവേസ് ഫിനിഷസ്, അവൻ എപ്പോഴും ഫിനിഷ് ചെയ്യുന്നു, തീർക്കുന്നു. ടാസ്കുകൾ തീർക്കുന്നു, ജോലികൾ തീർക്കുന്നു. ഓൺ ടൈം, സമയത്തിന് ഫിനിഷ് ചെയ്യുന്നു എന്നർത്ഥം. അടുത്ത പദം ജനറസ് എന്നുള്ളതാണ്. ജനറസ് എന്ന് പറഞ്ഞാൽ മഹാമനസ്കതയുള്ള, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അവരോട് കൈൻഡ്നെസ് കാണിക്കാനൊക്കെ മനസ്സുള്ള ആള് എന്നർത്ഥം. ഈ പദം ജനറോസസ് എന്നുള്ള പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. നമുക്ക് ഉദാഹരണം നോക്കാം. ഹി വാസ് ജനറസ് ഇനഫ് ടു ഡൊണേറ്റ് ഹാഫ് ഓഫ് ഹിസ് സാലറി ടു ചാരിറ്റി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ തക്ക ഉദാരമതിയായിരുന്നു എന്നാണ്. അതുപോലെ നെക്സ്റ്റ് ഉദാഹരണം, ഷീ ഹാസ് എ ജനറസ് ഹാർട്ട്. അവൾക്കൊരു മഹാമനസ്കതയുള്ള ഹൃദയമുണ്ട്. ആൻഡ് ഓൾവേസ് ഹെൽപ്സ്, മാത്രമല്ല ഓൾവേസ് ഹെൽപ്സ്, എപ്പോഴും സഹായിക്കും. അതേഴ്സ്, മറ്റുള്ളവരെ. ഇൻ നീഡ്, ആവശ്യമുള്ള മറ്റുള്ള ആളുകളെ, മറ്റുള്ളവരിൽ ആവശ്യമുള്ളവരെ എപ്പോഴും സഹായിക്കും. നെക്സ്റ്റ് വേർഡ് ക്യൂരിയസ് എന്നാണ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയുള്ള എന്നർത്ഥം. ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ ഭയങ്കര ത്വരയുള്ളവരെന്നർത്ഥം. ഈ പദം വന്നിട്ടുള്ളത് ക്യൂരിയോസസ് എന്നുള്ള പദത്തിൽ നിന്നാണ്. കെയർഫുൾ, ഡിലിജൻറ്റ് ആൻഡ് ഇൻക്വിസിറ്റീവ് എന്നൊക്കെ അർത്ഥം വരുന്ന ക്യൂരിയോസസ് എന്ന ലാറ്റിനിൽ നിന്നാണ് ഈ പദം വന്നിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ഷീ വാസ് ക്യൂരിയസ് അബൌട്ട് ദി ന്യൂ നെയ്ബർ. അവൾക്ക് പുതിയ നെയ്ബറെ കുറിച്ച് വലിയ ജിജ്ഞാസയായിരുന്നു. ആൻഡ് ഡിസൈഡഡ്, എന്നിട്ട് അവൾ തീരുമാനിച്ചു ടു ഇൻട്രൊഡ്യൂസ് ഹെർസെൽഫ്, അവളെ സ്വയം പരിചയപ്പെടുത്താൻ.
മറ്റൊരു ഉദാഹരണം, ചിൽഡ്രൻ ആർ നാച്ചുറലി ക്യൂരിയസ് ആൻഡ് ആസ്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ചിൽഡ്രൻ കുട്ടികൾ ആർ നാച്ചുറലി ക്യൂരിയസ്, പൊതുവെ കുട്ടികൾ ക്യൂരിയസ് ആണ്, വളരെ ജിജ്ഞാസയുള്ളവരാണ്, ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ വളരെ ത്വരയുള്ളവരാണ്. ആൻഡ് ആസ്ക് അവർ ചോദിക്കും എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ. അടുത്ത പദം ആംബിഷൻ ആണ്. ആംബിഷൻ എന്ന് പറഞ്ഞാൽ അഭിലാഷം, എ സ്ട്രോങ് ഡിസയർ, ഒരു കാര്യം നേടാനുള്ള അതിയായ ആഗ്രഹം, അതിനാണ് അഭിലാഷം എന്ന് പറയാം. ഈ പദം വന്നിട്ടുള്ളത് ആംബിഷിയോ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ ഉദാഹരണം നോക്കാം. ഹെർ ആംബിഷൻ ടു ബിക്കം എ ഡോക്ടർ കെപ്റ്റ് ഹെർ മോട്ടിവേറ്റഡ് ത്രൂ ടഫ് ടൈംസ്. ഹെർ ആംബിഷൻ, അവളുടെ അഭിലാഷം, ടു ബിക്കം എ ഡോക്ടർ, ഒരു ഡോക്ടർ ആവാനുള്ള അഭിലാഷം, കെപ്റ്റ് ഹെർ മോട്ടിവേറ്റഡ്. കെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിൻ്റെ മുമ്പ് കീപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി ചെയ്യുക എന്നുള്ള അർത്ഥം വരും. അപ്പം കീപ്പ് ഹെർ മോട്ടിവേറ്റഡ് എന്നർത്ഥം. അവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ത്രൂ ടഫ് ടൈംസ്, ടഫായിട്ടുള്ള സമയങ്ങളിലൂടെ എന്നർത്ഥം. നെക്സ്റ്റ്, ഹി ഹാസ് ബിഗ് ആംബിഷൻസ്, അവനക്ക് വലിയ അഭിലാഷങ്ങളുണ്ട്. ഫോർ ഹിസ് ന്യൂ ബിസിനസ്, അവൻ്റെ പുതിയ ബിസിനസ്സിന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 5 പ്രധാനപ്പെട്ട പദങ്ങളാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പുതിയ പദങ്ങൾ പരിചയപ്പെടാം. താങ്ക് യു.